നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര അവസാനിക്കും. പിന്നെ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരകളാണ്. ODI സീരീസും T20I സീരീസും ഉണ്ട്. ആദ്യ ഏകദിനം വരുന്നത് ഒക്ടോബർ 19 ഞായറാഴ്ച. അപ്പോൾ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് നേരത്തെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചതായിരുന്നു, ക്രിക്കറ്റ് ഓസ്ട്രേലിയ. പക്ഷേ ഇപ്പോൾ 2 താരങ്ങൾ സ്ക്വാഡിൽ നിന്ന് ഒഴിവാകുന്നു എന്ന കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. സോ ജോഷ് ഇംഗ്ലീസ് റൂൾഡ് ഔട്ടാണ്. ജോഷ് ഇംഗ്ലീസ്, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അദ്ദേഹം റൂൾഡ് ഔട്ടാണ്. സാംബ ഫാമിലി റീസൺ കാരണം ഈ മത്സരം കളിക്കുകയുമില്ല ഏതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ടും കാഫ് സ്ട്രെയിനിൽ നിന്ന് മുക്തനായിട്ടില്ല. പരിക്ക് പറ്റിയതാണ്. ഓസ്ട്രേലിയയുടെ ന്യൂസിലാൻഡിലേക്കുള്ള ടൂറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അത് മിസ്സാവുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അദ്ദേഹം ഇപ്പോഴും ഫുള്ളി റിക്കവേർഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആദ്യ ഏകദിന മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ അലക്സ് കാരിയെ ഫസ്റ്റ് ODIയിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്തതായിരുന്നു. അതിൻ്റെ കാരണം സൗത്ത് ഓസ്ട്രേലിയയുടെ റൗണ്ട് 2 ഷെഫീൽഡ് ഷീൽഡ് മത്സരം കളിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ജോഷ് ഇംഗ്ലീസും ഇല്ല എന്നുള്ളത് കൊണ്ട് ജോഷ് ഫിലിപ്പ് ഇപ്പം പെർത്തിൽ ഓസ്ട്രേലിയയുടെ വിക്കറ്റ് കാക്കും, വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിലിപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ന്യൂസിലാൻഡിൽ T20 ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു, ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന രൂപത്തിൽ. 2021 അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് അവർക്ക് വേണ്ടി വൺ ഡേ ഇൻ്റർനാഷണൽ മത്സരം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇപ്പം സാംബയുടെ കാര്യത്തിൽ സാംബ ഫാമിലി റീസൺ കാരണം ഈ മത്സരം കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പകരം മാത്യു കുഞ്ഞമ്മനെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. എന്ന് പറയുമ്പോൾ 2022 ശേഷം ആദ്യമായിട്ടാണ് 50 ഓവർ ഇൻ്റർനാഷണൽ മത്സരം അദ്ദേഹം കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പം ഓസ്ട്രേലിയൻ ടീമിൽ 2 മാറ്റങ്ങൾ ആദ്യ മത്സരത്തിനുണ്ടാകും എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ സീരീസ് ഇത് ആരംഭിക്കാൻ പോവുകയാണ്. 19 ആദ്യ മത്സരം, 23 രണ്ടാം മത്സരവും, 25 മൂന്നാമത്തെ ഏകദിന മത്സരവും നടക്കും. ഇതിനായിട്ടുള്ള ഇന്ത്യൻ സ്ക്വാഡിൻ്റെ ട്രാവലിംഗ് ഇപ്പം ഡൽഹിയിൽ നിന്ന്, ഇപ്പോൾ ഡൽഹിയിലാണ് ടീമുള്ളത് നമുക്കറിയാം, അത് ഡൽഹിയിൽ നിന്നായിരിക്കും ഇന്ത്യൻ ടീം യാത്ര തിരിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ന് ഡൽഹിയിലെത്തും എന്നാണ് റിപ്പോർട്ട്. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് ടീം പറക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.